വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് മത്തങ്ങയും പയറും എലിശ്ശേരി വയ്ക്കാം. അതിനായി ഞാനിവിടെ 1/2 കപ്പ് പയറെടുത്തിട്ടുണ്ട്. അവയെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 കപ്പ് മത്തങ്ങ വൃത്തിയാക്കി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവയെ ഇനി നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ച് നമുക്കൊന്ന് വിസിലടിപ്പിക്കാം. അപ്പോൾ ഇവയൊക്കെ ഒന്ന് നന്നായി യോജിപ്പിച്ച് നമുക്കിവയെ ഇനി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇവ ഒന്ന് നന്നായി വെന്ത് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് അരപ്പിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. അരപ്പിനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10 ചെറിയ ഉള്ളിയും കൂടി ചേർക്കാം. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് ഇവയെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഈ അരപ്പിന് നമുക്ക് വേവിച്ചിരിക്കുന്ന മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മറ്റൊരു പാനിലേക്ക് നമുക്ക് പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾക്കതിലേക്ക് വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം, വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങയും നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴാണ് നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്. അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് മൊരിച്ചെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നന്നായി മൊരിഞ്ഞു വരും. ഈ മൊരിഞ്ഞു വന്നതിനെ നമുക്ക് ഇനി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ നല്ല രുചിയായിരിക്കും. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. താങ്ക് യു. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.